ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാചക രുചിക്കൂട്ടം. എല്ലാവർക്കും ദീപാവലി ആശംസകൾ കേട്ടോ. അപ്പം ഞാൻ ഇന്നൊരു നല്ല ടേസ്റ്റ് ഉള്ള ഒരു ലഡു ആണ് ഉണ്ടാക്കുന്നത്. ഒരു സ്വീറ്റ്, നമുക്ക് ദീപാവലിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ്സ് ലഡു ആണ് ഉണ്ടാക്കുന്നത്. അപ്പം ഭയങ്കര ഈസി ആയിട്ടാണ്, വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ള ഒരു ലഡു ആണ്. അപ്പൊ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണം നമുക്ക് നോക്കാം. അപ്പൊ ഞാനിപ്പോ എടുത്തിരിക്കുന്നത് നമ്മുടെ ചെറിയ പരിപ്പുണ്ടല്ലോ, പായസപ്പരിപ്പ്, അതാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു ലഡു ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഞാനിപ്പോ ഇതൊരു 1.5 കപ്പോളം എടുക്കുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ ഇതൊന്ന് കഴുകിയിട്ടില്ല, ഇതിന്റെ നനവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ. നനവ് ഉണ്ടായിരിക്കരുത് കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഈ പാത്രത്തിലേക്ക് ഇടുകയാണ്. അപ്പൊ ഒരു 1.5 കപ്പോളം ഞാനിപ്പോ ഇത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനൊരു 1.5 കപ്പ് എടുത്തു കേട്ടോ. ലഡുവിന്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പൊ ഒരു 1.5 കപ്പ് എടുത്തു എന്നേയുള്ളൂ. അപ്പൊ ഞാൻ 1 ടേബിൾ സ്പൂണോളം നെയ്യ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുകൂടി നമുക്ക് ആവശ്യമാണ്. അപ്പൊ അത് ഉരുക്കി നമുക്ക് കുറച്ചും കൂടി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഞാനൊരു പിഞ്ച് കളർ ഇപ്പൊ ഇതിലേക്ക് എടുത്താണ് കേട്ടോ. മഞ്ഞ കളറില്ലേ, നമ്മുടെ ലഡുവിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനിപ്പോ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ആ ഒരു പരിപ്പില്ലേ, ഒരുപാട് കളറൊന്നും മാറണ്ട, ഒന്ന് ജസ്റ്റ് 2 സെക്കൻഡിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മള് ഒന്ന് ചൂടാക്കി എടുക്കുക. നമുക്ക് ഒരു ബൂന്തി ലഡു ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് തന്നെ ഇത് കിട്ടും. ഇതിന് മാക്സിമം ഒരു 1/2 മണിക്കൂറായിട്ടോ നമുക്ക് ആവശ്യമുള്ളൂ, അല്ലാതെ ഒരുപാട് ടൈമിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആ കറക്റ്റ് ലഡു കിട്ടുകയും ചെയ്യും. ഒത്തിരി ടൈമിന്റെ ആവശ്യമില്ല കേട്ടോ, ടൈം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയാൽ മതി കേട്ടോ. അതിൽ ഒരുപാട് ആവണ്ട, നമുക്ക് ഒന്ന് പിടിച്ചു നോക്കിയാലേ അറിയാം കേട്ടോ. അത്രയും മതി. അപ്പൊ ഇത് ഞാനിനി മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ട് ഫൈൻ പൗഡർ ആയിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. കളറ് മാറിപ്പോവും ചെയ്യരുത് കേട്ടോ, നമ്മുടെ ഈ പരിപ്പ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഒന്ന് നന്നായി പൊടിച്ചെടുത്തിട്ട് വരാം ഞാന്. അപ്പൊ ഞാനിത് അത്യാവശ്യം നന്നായി പൊടിച്ചെടുത്തു കേട്ടോ. കുറച്ച് തരി മാതിരി ഉണ്ടായാലും കുഴപ്പമില്ല കേട്ടോ. അതില് ഞാൻ പൊടിച്ചെടുത്തു. ഇനി കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പൊ ഞാനിപ്പോ ഇത് പൊടിച്ചെടുത്തു കേട്ടോ. അപ്പൊ ചെറിയ തരികളൊക്കെ ഉണ്ട്, അതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ചെറിയ തരികളൊന്നും കുഴപ്പമില്ല. നമുക്കത് ഉരുട്ടിയെടുക്കുമ്പോൾ ചെറിയ തരികൾ ഉണ്ടാവുകയാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഞാനിപ്പോ നമുക്ക് ഇതിന് ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം കേട്ടോ. അപ്പൊ ഞാൻ ആ നെയ്യ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ആ നെയ്യിലേക്ക് ഒരു ലേശം കളർ ഉള്ളതില്ലേ, അതിപ്പോ ഇതിൽ ഇടുകയാണ് കേട്ടോ. ഇത്രയും മതി കേട്ടോ, ഒരുപാട് കളറൊന്നും വേണ്ട. ഇതില്ല മഞ്ഞ കളർ നമ്മൾ ചേർക്കുന്ന വെച്ചാൽ കുങ്കുമപ്പൂവ് ചേർത്തിയാൽ മതി. അതല്ലെങ്കിൽ ഒരു ഏലക്കപ്പൊടി ഇല്ലേ, ഒരു നുള്ളി ഏലക്കപ്പൊടി ഇട്ടിട്ട് നമ്മൾ നെയ്യിൽ തന്നെ ഇല്ലേ മഞ്ഞൾപ്പൊടി ഇല്ലേ, അപ്പൊ മഞ്ഞൾപ്പൊടിയുടെ മണമൊന്നും നമുക്ക് ഇതിൽ വരില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് വിചാരിച്ചിട്ട് ആ ഒരു സ്മെല്ലും അതൊന്നും വരില്ല. അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പൊ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിപ്പോ. ഇത്രയും കളർ മതി കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഇതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ചു കേട്ടോ. പാനിലാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഞാനില്ല ഇതിപ്പോ അത് സെയിം അളവിൽ തന്നെ ഒരു 1.5 കപ്പോളം പഞ്ചസാര ഇപ്പൊ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇനിയിപ്പോ ഷുഗർ സിറപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ലഡുവിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാനിപ്പോ ഇനി ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ പഞ്ചസാര ഒരു 1.5 കപ്പോളം ഇട്ടു കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിക്കുകയാണ്. നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഒന്ന് മെൽറ്റ് ആവണം. ഇപ്പൊ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അടി പിടിക്കരുത് കേട്ടോ ഷുഗർ സിറപ്പില്. ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഷുഗർ സിറപ്പ് അത്യാവശ്യമായിട്ട് നന്നായിട്ട് തിളച്ചു ഷുഗർ സിറപ്പ്. അപ്പൊ ഞാനിപ്പോ നെയ്യ് നമ്മൾ എടുത്തു വെച്ച നെയ്യ് അതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അതിലിടുകയാണ്. ഒന്ന് ഇളക്കി കൊടുക്കുക. ലാസ്റ്റ് കുറച്ചുകൂടി നെയ്യ് ഇടുന്നുണ്ട് കേട്ടോ. അത്രയും മതി. ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അതിലേക്കില്ലേ നമ്മുടെ ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടിയില്ലേ, പൊടിച്ചു വെച്ച പൊടി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അത് നന്നായിട്ടൊന്ന് തിളച്ചോളും. അപ്പൊ നമുക്കൊന്നത് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ സോറി ഇട്ടോ, അത് മോനാണ്, അത് സൗണ്ട് ഉണ്ടാക്കിയതാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടില്ലേ, ഇതൊന്ന് നന്നായിട്ടൊന്നില്ലേ അത് വറ്റി വരും കേട്ടോ. നമുക്കില്ലേ അതിലേക്ക് എന്നിട്ട് നമുക്ക് പിന്നെ അത് ഉരുട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കത് വിട്ട് വരല് തുടങ്ങിയിട്ടോ. നോക്കിയൊക്കെ ഇതേമാതിരി വിട്ട് വരും. കറക്റ്റ് പാകായി അല്ലേ, അത് കണ്ടില്ലേ, നമ്മൾ അങ്ങനെ ഇല്ലേ തിക്കാക്കി എടുക്കുകയാണ്. അപ്പൊ പാനിൽ അത് വിട്ട് വരല് തുടങ്ങി കേട്ടോ.
ഫസ്റ്റ് ആ ലഡുവിൻ്റെ നമ്മൾ ഉരുട്ടിയെടുക്കാല്ലേ. അപ്പം അങ്ങനെ ഞാനിപ്പോൾ ഇളക്കിയെടുക്കുകയാണ് അതെല്ലാം. ഒരു 5 മിനിറ്റ് കേട്ടോ, അത്രേ വേണ്ടുള്ളൂ. അത് അത്യാവശ്യം നന്നായി സെറ്റായി കേട്ടോ. അപ്പം ഞാനില്ലേ ഒരു ടേബിൾ സ്പൂണോളം കൂടി നെയ്യില്ല ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഞാനിപ്പോൾ അത് അങ്ങനെ വെക്കുകയാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ അടുപ്പിൽ വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് മാറ്റാം അടുത്തുനിന്ന്. അപ്പം ഞാനിപ്പോൾ തന്നെ അടുപ്പത്തു നിന്ന് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമുക്കൊരു പ്ലേറ്റിൽ കുറച്ച് കേട്ടോ ഒരു ലേശം നെയ്യില്ലേ ഞാൻ തടവിട്ട് അതൊന്ന് തേച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ. അപ്പം ഞാൻ ആ നെയ്യ് തേച്ച പാത്രത്തിലേക്ക് ഇപ്പം ഇതില്ലേ നമ്മളാക്കിട്ടോ. അപ്പം ഞാനിതൊരു 5 മിനിറ്റ് ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. നല്ല ചൂടായിരിക്കും കേട്ടോ. അതൊന്ന് ചൂട് പോട്ടെ. കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇതിൽ തന്നെ നമുക്ക് കിട്ടിയിടും, പാകത്തിൽ തന്നെ കിട്ടിയിടും. ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകത്തിൽ തന്നെ കിട്ടിയിടും. അപ്പം നമുക്കിതൊരു 5-10 മിനിറ്റ് മാറ്റി വയ്ക്കാം, ചൂടൊന്നും പോവാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിതൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ. കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ടില്ല, ഇതൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പം ഞാനിപ്പോൾ അങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കിതെല്ലാം ഇങ്ങനെ ഇതേപോലെ ഉരുട്ടിയെടുക്കാം കേട്ടോ, ഇതേ ഷേപ്പിൽ. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെക്കാം. ഒരു പ്ലേറ്റിലേക്ക് വെക്കാം കേട്ടോ. അതേമാതിരി എല്ലാം അതേപോലെ നമുക്ക് ഉരുട്ടിയിട്ടെടുക്കാം. അപ്പം നമുക്ക് ലഡുവിൻ്റെ മേലെ ഞാനിപ്പോൾ ഒരു പിസ്തയുടെ പീസാണ് കേട്ടോ വെക്കണത്, ഇല്ലേ അത് വെക്കുകയാണ്. അങ്ങനെ നമുക്ക് എല്ലാ ലഡു ഉരുട്ടിയിട്ടെടുക്കാം. അപ്പം ഞാനിപ്പോൾ അത് കുറച്ചത് മാതിരി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതേമാതിരി നമുക്ക് ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. ലഡു ഇല്ലേ കുറച്ചും കൂടി ഇപ്പോൾ ബാലൻസ് ഉണ്ട്, അതും കൂടി ഇപ്പോൾ ഞാനിപ്പോൾ ഉരുട്ടിയെടുക്കുകയാണ്. അപ്പം നമ്മുടെ ലഡു റെഡി